നമ്മുടെ സംസ്ഥാനത്ത് ഏറെ നാളായി ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അതൊരു വലിയ വിഷയമാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ ഓരോ ദിവസവും ഞങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. അതുപോലെ ഒന്നാണ് ഈ പത്തനംതിട്ട കോന്നിയിലെ വിഷയം. കോന്നിയിൽ വീണ്ടും പുലി ഇറങ്ങി എന്നാണ് അറിയുന്നത്. കോന്നി കുളത്തുമണ്ണിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ പുലി 3 ആടുകളെ ആക്രമിച്ചു. ഇതിൽ 2 ആടുകൾ ചത്തു, 1 ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വനം വകുപ്പ് സ്ഥാപിച്ച കൂടിന് തൊട്ടടുത്താണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. പത്തനംതിട്ട കോന്നിയിലെ മലയോര മേഖലകൾ വീണ്ടും പുലിഭീതിയുടെ നിഴലിലാണ്. വെള്ളിയാഴ്ച രാത്രിയാണ് കുളത്തുമൺ മോഹനവിലാസത്തിൽ TN സന്തോഷിന്റെ വീട്ടിലെ ആട്ടിൻകൂടി തകർത്ത് പുലി 3 ആടുകളെ ആക്രമിച്ചത്. ആക്രമണത്തിൽ 2 ആടുകൾ ചത്തു, 1 ആടിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശത്ത് പുലിശല്യം രൂക്ഷമായതിനെ തുടർന്ന് തൊട്ടടുത്ത് തന്നെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. ഈ കൂട്ടിൽ ഇരയായി ആടിനെ കെട്ടിയിരുന്നെങ്കിലും പുലി തൊട്ടടുത്ത വീട്ടിലെ ആടുകളെ ആക്രമിക്കുകയായിരുന്നു. രാവിലെ 7 മണിയായപ്പോൾ ഒരു കുഞ്ഞുണ്ട്, പ്രസവിച്ച ആട്. അപ്പം അതിന് പാല് കൊടുക്കാനെ കൊണ്ട് ഇവിടെ കൂടിൻ്റെ അവിടെ വന്നപ്പോഴാണ് കണ്ടത് കൂട്ടിലൊരെണ്ണം ചത്തു കിടക്കുന്നത്. അപ്പം അതിനെ മാത്രമേ ആദ്യമേ കണ്ടുള്ളൂ. പിന്നെ നോക്കിയപ്പോഴും ഒരെണ്ണം വെളിയിലോട്ട് വലിഞ്ഞ് കിടന്ന് അതിനെ പിടിച്ച് അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ പിടിച്ച് അതിന് ചെറിയൊരു മുറിവുണ്ടായി. അതപ്പോൾ കൂടിന് വെളിയിലോട്ട് ചാടി, കയറിന് നീളമില്ല ഇങ്ങോട്ട് അങ്ങനെ വലിഞ്ഞു കിടന്ന് അത് ചത്തത്. ഇപ്പം 2-3 വർഷം കൊണ്ട് സ്ഥിരമായിട്ടുണ്ട്. അതിന് കൂടും കൊണ്ടുവച്ച് അവരതിനകത്ത് ആടിനെ ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ കൊണ്ടിട്ടത്. അവിടെ നേരത്തെ അങ്ങ് വെച്ചേക്കുമായിരുന്നു, പടിഞ്ഞാറ് ഒരു സ്ഥലത്ത് വെച്ചേക്കായിരുന്നു. അവിടുന്ന് മാറ്റി നമ്മുടെ കൂടിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് അതിൽ കയറാതെ ഇവിടെ വന്ന് കയറി. കഴിഞ്ഞ ആഴ്ച ഒരു പശുക്കിടാവിനെ പുലി ആക്രമിച്ച സ്ഥലത്ത് നിന്നും വെറും 50 മീറ്റർ മാത്രം മാറിയാണ് പുലി വീണ്ടും എത്തിയിരിക്കുന്നത്. കുളത്തുമൺ, പാക്കണ്ടം, അതിരുങ്കൽ, കൂടൽ, കലഞ്ഞൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഇപ്പോൾ പതിവായിരിക്കുകയാണ്. പ്രദേശത്ത് സാധാരണ പുലികൾക്ക് പുറമെ കരിമ്പുലിയുടെ സാന്നിധ്യവും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലും ഭയന്ന് വീടുകൾക്കുള്ളിൽ കഴിയേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ഇപ്പൊ ഫോറസ്റ്റുകാരോടൊക്കെ പറഞ്ഞ് അവര് വന്ന് അവരോട് പറഞ്ഞിട്ടാണ് അവരിവിടെ കൂട് കൊണ്ട് വെച്ചത്. നമ്മൾ പറയുമ്പോൾ അവരെന്തോ സഹായത്തിനാണെങ്കിലും അവർ ഓടി വരുന്നുണ്ട്. പക്ഷെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പുലി എപ്പോഴാ വരുന്നതെന്ന് നോക്കി അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. പുലിയെ കാട്ടുപോത്തുണ്ട്, ആനയുണ്ട്, ആനയൊക്കെ സ്ഥിരമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശല്യമൊന്നുമില്ല. ഈ കൈതൊക്കെ വെച്ചേക്കുന്നിടത്താണ് ആന കൂടുതൽ വരുന്നത്. നമ്മൾ നേരത്തെ 2 മണിക്കൊക്കെ ആയിരുന്നു ഇവിടെ നിന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത്, ചേട്ടനും അനിയനും ഒക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇപ്പൊ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടേ എല്ലാവർക്കും പോകാൻ പറ്റത്തുള്ളൂ. കോന്നി വനം ഡിവിഷനിലെ നടുവത്തുമൂഴി റേഞ്ചിൽ പാടം ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിലാണ് പ്രദേശം. മുൻപ് വനംവകുപ്പ് സ്ഥാപിച്ച കൂടുകളിൽപ്പെട്ട് ഇവിടെ നിന്നും 3 പുലികളെ പിടികൂടിയിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.